dear students, silent prayer. We already started chapter 4 basic geometrical ideas. I already given some introduction part. So here I am going to start again with the idea point. So this chapter is very important. So first section is point. Do you know point? Point is a determine a location. This small dot is represent a point, and point is denoted using capital letters A to Z, A, B, C, D, etc. ഇവിടെ പോയിന്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ലൊക്കേഷൻ ഇത്രയും പോലും നമുക്ക് കാണിക്കാൻ പാടില്ല. അത് നമ്മളിങ്ങനെ ഒന്ന് നല്ല ഷാർപ്പൻ ചെയ്ത പെൻസിലിൻ്റെ എഡ്ജ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നതാണ് പോയിന്റ് എന്ന് പറയുന്നത്. അതൊരു ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നു. അതിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി ഡി ഇസഡ് വരെയുള്ളത് യൂസ് ചെയ്യുക. ഈ പോയിന്റ് എങ്ങനെ നമ്മൾ റീഡ് ചെയ്യും? പോയിന്റ് എ, പോയിന്റ് എ, മനസ്സിലായോ? അതുപോലെ ഇവിടെ ഞാനൊരു ലെറ്റർ കൊടുക്കുന്നു പി, ഇതെങ്ങനെ വായിക്കും? പോയിന്റ് പി. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇനി നമ്മൾ എക്സാമ്പിൾ, ഡെയിലി ലൈഫിലെ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റിൻ്റെ നമ്മൾ കോമ്പസിൻ്റെ ടിപ്പ്, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് pointer, then tip of a pen, then tip of a needle, etc. Take page number 70. They are given 3 examples for points. The tip of a compass, the sharpened end of a pencil, the pointed end of a needle. Okay, these are some examples. Now try this. Question 1. With a sharp tip of the pencil, mark 4 points on a paper and name them by the letters A, C, P, H. What is the meaning? Use a sharpened pencil and put 4 dots in your paper and name them A, C, P, H. That is already given in your text. Try to name these points in different ways. We need to given another names for these points. One such way could be this. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ പോയിന്റ്സാണ് തന്നിരിക്കുന്നത്? പോയിന്റ് എ, പോയിന്റ് സി, പോയിന്റ് പി, പോയിന്റ് എച്ച്. നിങ്ങൾക്കിത് അതേ സ്പേസിൽ തന്നെ വേറെ നെയിംസ് ഒക്കെ കൊടുത്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം എങ്ങനെ കൊടുക്കാം? പോയിന്റ് ക്യൂ, പോയിന്റ് ആർ, പോയിന്റ് എസ്, പോയിന്റ് ടി, ഇങ്ങനെ ഇഷ്ടമുള്ള നെയിംസ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. എത്ര സെറ്റ് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഓക്കെ. Now question 2. A star in the sky also gives us an idea of a point. സ്കൈയിൽ സ്റ്റാർ കാണാറുണ്ടല്ലേ? സ്റ്റാറും നമുക്കൊരു പോയിന്റിന്റെ ഐഡിയ ആണ് തരുന്നത്. ഐഡന്റിഫൈ അറ്റ്ലീസ്റ്റ് 5 such situations in your daily life. ഇതുപോലെ നിങ്ങൾക്ക് 5 ഡെയിലി സിറ്റുവേഷൻസ് കണ്ടെത്തണം. അപ്പോൾ ഞാനൊരു 3 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പറയാം, ബാക്കി നിങ്ങൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ടിപ്പ് ഓഫ് എ പെൻ, then corner of a square. സ്ക്വയർ മീൻസ് നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ജോമെട്രിയിൽ നമ്മളെപ്പോഴും ഡ്രോ ചെയ്തിട്ടുള്ള സംഭവമാണ്. 4 sides ഈക്വൽ ആയിട്ടുള്ള ഷേപ്പാണ് സ്ക്വയർ. ഇതിൻ്റെ കോർണർ നമുക്ക് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, കോർണർ സെക്ഷൻ. ഓക്കെ. നൗ അനദർ ഈസ് കോർണർ ഓഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ഷീറ്റ് ഓഫ് പേപ്പർ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ പേജ് തന്നെ നോക്കിക്ക്, ഇതിൻ്റെ കോർണർ പോർഷന് നമുക്കൊരു പോയിന്റ് ആയിട്ട് കണക്കാക്കാം. Then another example is corner of a table. ടേബിളിൻ്റെ കോർണർ, അതുപോലെ ഈ കോർണർ പോർഷൻ വരുന്ന പോർഷനൊക്കെ നമുക്ക് പോയിന്റിന് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലൈൻ സെഗ്മെന്റ്. ഡു യു നോ ലൈൻ സെഗ്മെന്റ്? We already used this line segment in many times. We draw margin in your notebook, isn't it? We use line segments. What is mean by line segment? It is the shortest distance between 2 points. Line segment is the shortest distance between 2 points. Here one point A and point B. This is the shortest distance. Why it is the shortest distance? We can go A to B in different ways. Isn't it? പല മെത്തേഡിലല്ല, പല രീതിയിൽ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ പറ്റുമോ? നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പോകത്തില്ലേ? ഇങ്ങനെ പോയാൽ എയിന്ന് ബിയിലെത്തിയില്ലേ? ഇങ്ങനെ പോകത്തില്ലേ? ബിയിലെത്തിയില്ലേ? ഇതിലെ ഇങ്ങനെ പോകത്തില്ലേ? ബിയിലെത്തിയില്ലേ? എങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഇതിൽ പല വേസിൽ പോയാൽ ഇതിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്?
അത് സ്ട്രെയിറ്റ് ആണ്. അവിടെ എന്തെങ്കിലും കർവ്ഡ് ആയിട്ടോ അല്ല വളഞ്ഞൊക്കെ വരുന്നുണ്ടോ? ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ വിളിക്കുന്നതാണ് ലൈൻ സെഗ്മെന്റ്. നമ്മൾ ഈ ലൈൻ സെഗ്മെന്റിന്റെ സ്പെഷ്യാലിറ്റി 2 സൈഡ് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ബോത്ത് സൈഡ്സിലും എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. എൻഡ് പോയിന്റ്സ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിയർ ഐ ആം ഗിവിംഗ് A and B. Then this line segment is read as line segment AB. Its end points are A and B and it is represented as like this. This representation means AB is a line segment. Like points in our daily life, many examples for this line segment also. Can you say one example? In your notebook, this side is an example of a line segment. This side is example of line segment. Like this one paper, take one paper, then its side, take one paper, its side is also example of a line segment. Then tube light, in your house we use tube light, isn't it? Tube light is also example for a line segment. Then edge of a box, your box edge is an example of line segment, etc. So many examples in our daily life. So what is mean by line segment? Line segment is the shortest distance between 2 points. Line segment has one speciality, it have 2 end points. Okay, both end points we use to name that line segment. Line segment name ചെയ്യാൻ ആ end points ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എ ബി എന്നുള്ളതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ഈ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും എഴുതുന്ന സമയത്ത് ഡിനോട്ട് ചെയ്യാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ഷോർട്ട് ഫോമിൽ. ഇതെങ്ങനെ റീഡ് ചെയ്യും? ലൈൻ സെഗ്മെന്റ് എ ബി. Now take your textbook page number 71. Here examples are given with the picture, an edge of a box, then a tube light, the edge of a postcard, etc. Now look this figure 4.1. There are 2 points given A and B and it is joined. Which is the shortest distance? This third distance or third line is the shortest distance and it is denoted used as AB, line segment AB, or we can use BA, line segment BA. ഇങ്ങനെ ഏത് രീതിയിൽ ഓർഡറിൽ എഴുതിയാലും അതിനകത്ത് ഡിഫറൻസ് ഒന്നും ഇല്ല. രണ്ടും സെയിം ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Now try this. Name the line segment in figure 4.2. Figure 4.2 ലൈൻ സെഗ്മെന്റ്സ് ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ സൈഡിലുണ്ട്. ഫിഗർ 4.2 അതിൽ ലൈൻ സെഗ്മെന്റ്സ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എത്ര ലൈൻ സെഗ്മെന്റ്സ് കാണാം? 2 ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഈസ് എ ബി. ഓക്കെ, സോ ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് നെക്സ്റ്റ് ഈസ് ലൈൻ സെഗ്മെന്റ് എ സി. ഹിയർ 2 line segments. Okay, what is the next question? Is A the end point of each line segment? A രണ്ട് ലൈൻ സെഗ്മെന്റിന്റെയും എൻഡ് പോയിന്റ് ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രണ്ടിലും എ വന്നിട്ടില്ലേ? അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഈ എ ബി എന്നതും എ സി എന്നതും എ എന്ന പോയിന്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് അല്ലേ? യെസ്, എ ഈസ് ആൻ എൻഡ് പോയിന്റ് ഓഫ് ബോത്ത് ലൈൻ സെഗ്മെന്റ്സ്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ നമ്മൾ മാർജിനൊക്കെ ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വരയ്ക്കുക? ലൈൻ സെഗ്മെന്റ് ആണ്. പക്ഷെ നമ്മളത് പറയാറുണ്ടോ? ഞാൻ ലൈൻ സെഗ്മെന്റ് വരച്ചു എന്ന് പറയാറുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? ഞാൻ ലൈൻ വരച്ചു അല്ലേ, മാർജിൻ വരയ്ക്കുക. നിങ്ങൾ വി യൂസ് ദ വേർഡ് ലൈൻ അല്ലേ, നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഒറിജിനലി ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ റെക്റ്റാങ്കിള് അതുപോലെ സ്ക്വയർ ട്രയാങ്കിൾ ഒക്കെ നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ ഡ്രോ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതൊക്കെ ലൈൻ സെഗ്മെന്റ്സ് ജോയിൻ ചെയ്ത് വെക്കുന്ന ഫിഗേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ലൈൻ ആണ് നോക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ലൈൻ? എനി ഐഡിയ? ഇവിടെ നമ്മളൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഈ ലൈൻ സെഗ്മെന്റ് സ്പെഷ്യാലിറ്റി എന്താ? എൻഡ് പോയിന്റ്സ് ഉണ്ട്. അതായത് ഇവിടെ ഇത് തീർന്നു, അവസാനിച്ചു ഇല്ലേ? എൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ പോയിന്റ്, അവസാനിച്ചു. ഈ ലൈൻ സെഗ്മെന്റ് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് രണ്ട് സൈഡിലേക്ക്. അവസാനിക്കുന്നേ ഇല്ല എന്നങ്ങ് വിചാരിക്കുക. അതായത് എൻഡ് പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക. ദിസ് ആരോ മാർക്ക്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തതായിട്ട് ഓർമ്മയിലുണ്ടോ? എവിടെയായിരിക്കും?
നമ്പർ ലൈൻ ഡ്രോ ചെയ്യാൻ നേരത്തെ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്തിരുന്നത്? ഈ ഫിഗർ ആണ്, അതായത് ലൈൻ ആണ് യൂസ് ചെയ്തത്. ദിസ് ലൈൻ ഈസ് ഗോയിങ് എൻഡ്ലെസ്ലി ഇൻ ബോത്ത് സൈഡ്സ്. എൻഡ്ലെസ്ലി, അതായത് അവസാനമില്ലാതെ 2 സൈഡിലേക്കും ഈ ലൈൻ പോകുന്നു. അതാണ് ആരോ മാർക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ലൈനിന് നമ്മൾ എന്താ പേര് കൊടുക്കുക? ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു പേരിങ്ങനെ കൊടുക്കും. ഞാൻ എല്ലായിടത്തും AB യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇനി അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നില്ല. ഇഷ്ടമുള്ള ലെറ്റർ A-Z ക്യാപിറ്റൽ ലെറ്റർ ഏതും യൂസ് ചെയ്യുക. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി, ലൈൻ്റെ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലും കൊടുക്കാം. അതായത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുമ്പോൾ 1 ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ L എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെറുതെ ഇങ്ങനെ സൈഡിൽ L എന്ന് എഴുതുക. ഓക്കെ, സോ ദിസ് ഈസ് ലൈൻ L, ദിസ് ഈസ് ലൈൻ AB, ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ലൈക്ക് ദിസ് AB. അപ്പർ പോർഷനിൽ എന്ത് വരയ്ക്കും? ഒരു സ്മോൾ ലൈൻ വരയ്ക്കും. അപ്പോൾ ഇതെന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഇത് ലൈൻ AB ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? ഇത് ലൈൻ സെഗ്മെന്റ് AB. ഓക്കെ, അതുപോലെ ഇതിന് നമുക്ക് വേറെ സ്മോൾ ലെറ്റേഴ്സ് M, ലൈൻ M ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ N. അങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ ഇതുപോലെ സൈഡിൽ ഒരു പ്രാവശ്യം ഒരു സ്മോൾ ലെറ്റർ കൊടുക്കുക. അതല്ല ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ 2 സൈഡിലും 2 അറ്റത്തുമായിട്ട് പോയിന്റ്സിന് നെയിം കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. A line contains countless number of points. ഇനി നമ്മൾ വിചാരിക്കുക ഇത് ഈ പ്ലെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബോർഡ് നിങ്ങളൊന്ന് എടുക്കുക. ഈ ബോർഡിൽ ഇതുപോലെ ഇഷ്ടം പോലെ, നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? പോയിന്റ്. ഈ പോയിന്റ്സ് ഇങ്ങനെ ചേർന്നിരുന്നാണ് ഇതുപോലത്തെ ഒരു ഇത് ബോർഡ് പോലെയല്ല ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ നമ്മുടെ ഈ വോളാണെങ്കിലും അതുപോലെ എല്ലാ പേപ്പർ ആണെങ്കിലും ഇതെല്ലാം പോയിന്റ്സ് ചേർന്നിരുന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് കൗണ്ട്ലെസ് മീൻസ് വി ആർ നോട്ട് ഏബിൾ ടു കൗണ്ട് ഹൗ മെനി പോയിന്റ്സ് ഹിയർ. അതായത് പോയിന്റ്സിൻ്റെ എണ്ണം നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്തോളം പോയിന്റ്സ് ഇതിലുണ്ട്. അതുപോലെ ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ ലൈൻ സെഗ്മെന്റ് ഇടയ്ക്കൂടെ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെയിം, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഒരു P എന്നൊരു പോയിന്റ് കൊടുക്കണം, ഇവിടെ കൊടുക്കാം. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട് R. ഇങ്ങനെ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്, അത് ഓർത്ത് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് intersecting lines. Do you know intersecting lines? Two distinct lines meeting at one point is called the intersecting lines. That means this lines means ഇങ്ങനെ ആരോ മാർക്കൊക്കെ കൊടുത്ത് നമ്മൾ ഡ്രോ ചെയ്യുന്നതാണ് ലൈൻ. എപ്പോഴും ഓർത്തോണം, ലൈൻ സെഗ്മെന്റ് ആണ് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നത്, ഓർത്തോണം കേട്ടോ. അപ്പോൾ 2 lines meet at one point is known as intersecting lines. These 2 are intersecting lines. I am here given this as L and this line as M. So these line M and line L are intersecting at one point, that is P. ഞാൻ ഇവിടെ P എന്നുള്ള നെയിം കൊടുത്തു. അപ്പോൾ ഇതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലെറ്ററിലുള്ള ഒരു ഇന്റർസെക്റ്റിംഗ് എക്സാമ്പിൾ പറയാമോ? ഇവിടെ എക്സ് ഇന്റർസെക്റ്റിംഗ് ആണ്. പിന്നെ ഏതാ പറയാൻ പറ്റുന്നത്? എൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ലേ സൈഡിൽ? അതുപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ 2 സൈഡിൽ കണ്ടോ ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ക്രോസ് ചെയ്ത് പോകുന്നത് ഒന്നൊന്നിൽ കൂടെ കയറി ഇങ്ങനെ പോകുന്ന, അതായത് 2 റോഡൊക്കെ ഇങ്ങനെ കണ്ടോ, ക്രോസ് വേ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതിലേ വരുന്ന റോഡും എവിടെയാണ് ടച്ച് ചെയ്ത് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ 2 lines മീറ്റ് അറ്റ് വൺ പോയിന്റ്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ 2 ലൈൻസിന് ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓർത്തിരുന്നോണം. only in one point. ഈ 2 ലൈൻസിന് ഈ 1 പോയിന്റിൽ മാത്രമേ ഇന്റർസെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ one question is, can 2 lines intersect in more than 1 point? Can 2 lines intersect more than 1 point? ഒന്നിൽ കൂടുതൽ പോയിന്റിൽ 2 lines ഇന്റർസെക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് മിസ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇതിങ്ങനെ വരച്ചാൽ ഇത് ഈ ഡയറക്ഷനിൽ അങ്ങോട്ട് പോകുന്നു, ഇത് ഈ ഡയറക്ഷനിൽ ഇങ്ങ് പോകുന്നു, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, അത് അങ്ങോട്ടേക്കും പോകുന്നു. പിന്നെ എവിടെ വെച്ച് ഒരു ഇനി ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോ, ദാറ്റ് ഈസ് ദ ആൻസർ. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ, ക്യാൻ മോർ ദാൻ 2 lines intersect in 1 point? What is the meaning of that question? Can more than 2 lines intersect in 1 point? എന്ന് വെച്ചാൽ എന്താ? ഒന്നിൽ കൂടുതൽ, മോർ ദാൻ 2 അല്ല 2ൽ കൂടുതൽ ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമോ?
മീറ്റ് ചെയ്യാൻ മേലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ കൂടെ ലൈൻ എമ്മും ലൈൻ എല്ലും മീറ്റ് ചെയ്ത് പോയി. നമുക്ക് വേണമെങ്കിൽ ഇതിലെ വേറൊരു ലൈൻ അങ്ങ് കൊടുക്കത്തില്ലേ? അത് എതിലെയാ പോയത്? പി കൂടെ പോയില്ലേ? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കത്തില്ലേ? അതും ഇതിലെ തന്നെയാ പോയത്, പി കൂടെ തന്നെ പോയി. ഇനി നമുക്ക് ഇൻഫിനിറ്റിലിയും ഇങ്ങനെ ഇഷ്ടം പോലെ ലൈൻസ് ഇങ്ങനെ ഡ്രോ ചെയ്യാം. അതായത് ഇഷ്ടംപോലെ ലൈൻസ് വൺ പോയിന്റിൽ കൂടി മീറ്റ് ചെയ്ത് പോകും. പക്ഷേ 2 ലൈൻസ് എപ്പോഴും വൺ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് പാരലൽ ലൈൻസ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാവോ പാരലൽ ലൈൻസ് എന്തായിരിക്കും? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാകും. 2 ലൈൻസ് നെവർ മീറ്റ് അറ്റ് എ പോയിന്റ്. ഒരിടത്തും മീറ്റ് ചെയ്യുന്നില്ല. 2 ലൈൻസ് ഡു നോട്ട് മീറ്റ് എനിവെയർ. ദീസ് 2 ലൈൻസ് ആർ കോൾഡ് പാരലൽ ലൈൻസ്. ഇനി ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ 2 ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും കേട്ടോ. അതാണ് ചുമ്മാ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ അങ്ങോട്ടും പോയി, ഇങ്ങനെ ഒരെണ്ണം ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അതൊരിക്കലും പാരലൽ അല്ല. വൈ? ഇതിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുമ്പോൾ ആണ്ട് ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ ഇത് പാരലൽ ആകുമോ? ഇല്ല. പാരലൽ ആണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഡിസ്റ്റൻസ്, ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. These 2 lines are called parallel lines. Parallel lines not meet at anywhere. അപ്പോൾ പാരലൽ ലൈൻസ് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ വന്നാൽ ഒരിക്കലും പാരലൽ അല്ല കേട്ടോ. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ എവിടെയെങ്കിലും വെച്ച് കൂട്ടി മുട്ടും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇതുപോലെ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് പാരലൽ ലൈൻസ് ആണ്, ഇങ്ങനെ വരയ്ക്കുവാണ്. അതുപോലെ നമ്മൾ ഈക്വൽ സൈൻ ഒക്കെ ഇടത്തില്ലേ, അത് പാരലൽ ആണല്ലോ ഈക്വൽ സൈൻ ഒക്കെ. ഇനി ഡെയിലി ലൈഫ് എക്സാം നമ്മൾ റൂളർ എടുത്തു കഴിഞ്ഞാലോ ഇതിൻ്റെ 2 സൈഡ്സ് പാരലൽ, അത് എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഈ സൈഡും പാരലൽ ആയിരിക്കും. അതുപോലെ നമ്മൾ നോട്ട്ബുക്ക് നോക്കുക. നോട്ട്ബുക്കിൻ്റെ ഈ സൈഡും എപ്പോഴെങ്കിലും ടച്ച് ചെയ്യുമോ? ഇല്ല. അതുപോലെ ഈ സൈഡും ടച്ച് ചെയ്യത്തില്ല. പക്ഷെ ഇതും ടച്ച് ചെയ്യും. അതുകൊണ്ട് ഇതെന്താണ്? ഇന്റർസെക്റ്റിംഗ് ആണ്. ഇതും പാരലൽ ആണ്, ഇതും ഇന്റർസെക്റ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാരലൽ ലൈൻസിൻ്റെ എക്സാമ്പിൾസ്, പാരലൽ ലൈൻസും ഇന്റർസെക്റ്റിംഗ് ലൈൻസും ചേർന്ന എക്സാമ്പിൾസ് നമ്മുടെ ഹൗസിൽ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾ ചുറ്റും, നിങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ ഒരു ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസും പാരലൽ ലൈൻസും ഒന്നിച്ച് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, എവിടെയായിരിക്കും? വിൻഡോസിലുള്ള ക്രോസിങ് ഇതുണ്ടല്ലോ, അവിടെ ഒന്നിച്ച് തന്നെ രണ്ടിനും എക്സാമ്പിൾ ഉണ്ട്. ക്രോസ് ചെയ്ത് പോകുന്നത് ഇന്റർസെക്റ്റിങ്ങും, അതുപോലെ പാരലായിട്ട് ഇങ്ങനെ പോകുന്ന ഇതുണ്ടല്ലോ, അത് പാരലൽ ലൈൻസ്. രണ്ടിനും എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റേ. റേ എന്ന് കേട്ടിട്ടുണ്ടാവുമോ എല്ലാവരും? റേ ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? റേ ഹാസ് വൺ എൻഡ് പോയിന്റ് ആൻഡ് അതർ എൻഡ് ഈസ് നോട്ട് എൻഡിങ്. ഇത് ഗോയിങ് ഇൻഡെഫിനിറ്റ്ലി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുവാണ്. ഒരു പോർഷൻ പക്ഷേ എൻഡിങ് ആണ്. അപ്പോൾ ഒരു എൻഡ് പോയിന്റും ഉണ്ട്, ഒരെൻഡ് ഇല്ലതാണ്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ എങ്ങനെ വേണേലും ഡ്രോ ചെയ്യാം. ഇതെല്ലാം റേക്ക് എക്സാമ്പിളാണ്. ഓർത്തോണം, റേക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, എൻഡ് പോയിന്റ് ഇല്ല എന്നുള്ളത് ഓർത്തോണം. അതുപോലെ റേ ആണെങ്കിലും നമ്മളിങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് 2 എൻഡിലും യൂസ് ചെയ്ത് പറയുന്നത്. അതുപോലെ ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യും? റേ എ ബി. ഇത് റീഡ് ചെയ്യുന്നത് റേ എ ബി. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ എങ്ങനെയാ? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ലൈൻ സെഗ്മെന്റ് എ ബി. ലൈൻ ആണെങ്കിലോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. റേ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായോ? ഈ പൊക്കത്തിലുള്ള വര നോക്കിയിട്ട് തീരുമാനിച്ചോണം, ലൈൻ ആണോ, ലൈൻ സെഗ്മെന്റ് ആണോ, റേ ആണോ. Now take page number 74. Try this. Page number 74. Try this. Question number 1. Name the rays given in this picture. Figure 4.8. Figure 4.8. ഈ ഫിഗർ ആണ് സൈഡിൽ തന്നിരിക്കുന്നത്. ഇതിൽ വരുന്ന റേസിൻ്റെ ഒക്കെ നെയിം നിങ്ങൾ എഴുതണം. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റേസ്? റേസ് ഹാസ് വൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് നോ എൻഡിങ് പോയിന്റ്. ഇങ്ങനെ വരുന്നതിനെ റേ എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ ഫിഗറിൽ നിന്ന് എത്ര റേ ഇവിടെ കണ്ടെത്താൻ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന പോലെ. ഇവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഇങ്ങനെ പലയിടത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റേ നമുക്ക് പറയാം ടി എ. ഇതൊരു റേ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. സോ റേ ടി എ. ഇനി ഏത് പറയാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ടി ബി ഇല്ലേ? റേ ടി ബി. ഇതിങ്ങനെ പോകുന്നു. ഇനി നിങ്ങൾക്ക് വേറെ പറയാവോ? ഈ ടി അങ്ങ് പോട്ടെ, ഇവിടെ നിന്ന് അങ്ങ് നോക്കിക്കേ. ഇത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റേ ഇല്ലേ? എൻ ബി. അതായത് റേ എൻ ബി. അതർ യെസ്, ഹിയർ
നമുക്ക് ഈ ബി അങ്ങ് വേണ്ടെന്ന് വെക്കാം. ഇവിടെ ബി എന്നുള്ള പേരില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ സൈഡിനെ പറയുന്നത്? ടി എൻ എന്നാണ്. സോ നെക്സ്റ്റ് ഈസ് റേ ടി എൻ. അപ്പം ഇങ്ങനെ പോയിന്റ്സ് നിങ്ങൾ റേ ഒരു ഫിഗറിൽ തന്നെ കണ്ടോ, എത്ര റേ കണ്ടുപിടിച്ചു? 4. സോ ദിസ് ഈസ് ടി എ, അനദർ ഈസ് ടി ബി, ദെൻ അനദർ വൺ എൻ ബി, അനദർ വൺ ടി എൻ. ഇനി അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് റേസ്. ഈ റേസിൻ്റെ ഈച്ച് ഓഫ് ദീസ് റേസ്, ഈ റേസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടി തന്നെയാണോ? ആണോ? അല്ല. ഇവിടെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടി അല്ല. സോ ആൻസർ ഈസ് നോ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 74, എക്സസൈസ് 4.1, ക്വസ്റ്റ്യൻ നമ്പർ 1. യൂസ് ദ ഫിഗർ ടു നെയിം. സൈഡിലൊരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് പോയിന്റ്സും ഉണ്ട്. ഇനി അവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾ അതെല്ലാം ആ ഫിഗറിൽ നോക്കിയിട്ട് പറയണം. ഓക്കെ, so this is the figure and first question 5 points. Just say 5 points. So 5 points here, D, then E, O, B and C, isn't it? D, E, O, B and C, these are 5 points. Okay, next question is a line. Only asking about a line means only one line. ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ പറയാമോ? ഒരു ലൈനെ ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഏതാണ് ഈ ഒരു ലൈൻ പോകുന്നത്? ഇതിന് നമുക്ക് ലൈൻ ബി ഡി എന്ന് പേര് കൊടുക്കാം. ബി ഡി, ബി ഡി മീൻസ് ബി ഡി. ഇനി അതല്ല, നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിൽ ഡി ബി എന്ന് കൊടുക്കാം. ഇനി വേറെ പേര് കൊടുക്കാവോ? ഇനിയും ഇതിന് വേറെ പേര് സെയിം ലൈനെ റെപ്രസെന്റ് ചെയ്യാൻ കൊടുക്കാം. ഇ ഒ, ഇ ബി, ഒ ബി, ഇതെല്ലാം ഈ ലൈന് കൊടുക്കാവുന്ന വേറെ വേറെ നെയിംസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എഴുതാം. ഇതിന് വേണമെങ്കിൽ ഒരു ലൈനേ ഉള്ളൂ, പക്ഷേ സെയിം ലൈനെ നമുക്ക് ഇ ഡി എന്ന് പറയാം. അതുപോലെ സെയിം ലൈനെ നമുക്ക് ഒ ബി എന്ന് പറയാം. സെയിം ലൈനെ നമുക്ക് ഇ ബി എന്ന് പറയാം. ഇങ്ങനെ ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ സി, ഫോർ റേസ്. റേസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നോക്കുമ്പോഴേ അറിയാം, പക്ഷെ ഇങ്ങോട്ടൊരു നെയിം ഇല്ല. അപ്പോൾ നമുക്ക് വേറെ 4 റേസ് എഴുതാം. ഫസ്റ്റ് ഈസ് ഒ സി ഇല്ലേ? അപ്പം ഇങ്ങനെ എഴുതണം കേട്ടോ, ഒ സി. നെക്സ്റ്റ് ഈസ് ഇങ്ങോട്ടേക്ക് നമുക്ക് എഴുതാമല്ലോ, ഒ ഡി, ഒ ഡി. നെക്സ്റ്റ് അതിൽ തന്നെ നമുക്ക് വേറൊരു പേര് എഴുതത്തില്ലേ? ഒ ഇ, ഒ ഇ എഴുതാം. നെക്സ്റ്റ് അനദർ ഒ ബി. കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോയിന്റ്സ് ചേർത്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി, 5 ലൈൻ സെഗ്മെന്റ്സ്. ലൈൻ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരണം, 2 എൻഡ് പോയിന്റ്സ് വരണം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ പറയാം? ഒ സി, ഒ സി ലൈൻ സെഗ്മെന്റ് അല്ലേ? ഒ സി ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ഉണ്ട് ഡി ഇ ഉണ്ട്, പിന്നെ ഏത് പറയാം? ഇ ഒ ഉണ്ട്, പിന്നെ ഒ ബി എന്ന് പറയാം അല്ലേ? ഒ ബി. ദെൻ എത്ര എണ്ണമാണ് വേണ്ടത്? 5 ആണ് വേണ്ടത്. ഇ ഡി എഴുതിയിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ് ഇ ബി, ഇവിടെ തൊട്ട് ഇവിടെ വരെ ലൈൻ സെഗ്മെന്റ് ഇ ബി. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, സെയിം നെയിം തന്നെ നമ്മൾ റേയുടെ അവിടെ എഴുതി, ലൈനിൻ്റെ അവിടെ എഴുതി, ലൈൻ സെഗ്മെന്റിന്റെ അവിടെ എഴുതി ഇല്ലേ? നോക്കിക്കേ, ഈ ഒ ബി, ഒ ബി തന്നെ നമ്മൾ ലൈൻ സെഗ്മെന്റിനും എഴുതിയിട്ടുണ്ട്, റേക്കും എഴുതിയിട്ടുണ്ട്, ലൈനും എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അവിടെ വന്നാൽ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ സിമ്പിളാണ് ഇതേതാണെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈൻ ഒ ബിയെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുമ്പോൾ റേ ഒ ബി എന്ന് പറയും, ഇവിടെ വരുമ്പോൾ ലൈൻ സെഗ്മെന്റ് ഒ ബി. അതുകൊണ്ടാണ് ഈ മുകളിലുള്ളത് റെപ്രസെൻറ്റേഷൻ ഏതാണ് ശ്രദ്ധിക്കുക. അപ്പം സെയിം നെയിം ആണെങ്കിലും നമ്മൾ ഇതിനെ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? ഒ ബി. അപ്പോൾ ഇത് ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. മനസ്സിലായോ? ഒ ബി റേ എന്ന് പറഞ്ഞാലോ ഇത് ഫുൾ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നത്. ഇനി ഒ ബി ലൈൻ എന്ന് പറഞ്ഞാലോ ഈ ഒരു ലൈൻ ഫുൾ ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അത് ആ സെയിം നെയിം ആണെങ്കിലും അത് ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു നമ്മൾ കാണുന്ന അനുസരിച്ചാണ് വരുന്നത്. Now question number 2, name the line given in all possible 12 ways choosing only 2 letters at a time from the 4 given. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ? നല്ല ഒരു ചെറിയൊരു ലൈൻ സെഗ്മെന്റ് അല്ല, ലൈൻ തന്നിട്ടുണ്ട്. അതിൽ എ ബി സി
ഡി. ഇങ്ങനെ 4 പോയിന്റ്സും തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഗിവൺ പോസിബിൾ വേസ് നെയിം ഈ ലൈനിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നെയിം ചെയ്യാമെന്ന് എഴുതണം. എത്ര പോസിബിൾ വേസ് ഉണ്ടെന്ന് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 12 വേസിൽ നമുക്കിതിനെ നെയിം ചെയ്യാം. അറ്റ് എ ടൈം രണ്ട് ലെറ്റർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ല നമ്മൾ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 letters അറ്റ് എ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ലൈനെ ലൈൻ എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ഇല്ലേ. പിന്നെ നമുക്ക് ഇവിടുന്ന് ലൈൻ എ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ലൈൻ എ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലൈൻ ബി സി എന്ന് പറയാം, ലൈൻ ബി ഡി എന്ന് പറയാം. നെക്സ്റ്റ് ലൈൻ സി ഡി എന്ന് പറയാം. സോ സി ഡി ഇത്രയും വന്നു. ഇനി നമുക്കിത് ഇങ്ങോട്ട് തിരിച്ചും പറയാം. നമുക്ക് ഏതൊക്കെ വേസിൽ ഇതിനെ നെയിം ചെയ്യാമെന്നാ. അപ്പം ഇത് ഓർഡർ തിരിച്ച് ചെയ്യാമല്ലോ. അപ്പം എങ്ങനെ വരും? ഡി സി എന്ന് ചെയ്യാം അല്ലേ. ഡി സി, പിന്നെ ഏത് വരാം? ഡി ബി. ഈ ഡിയും ബിയും കൂടെ ചേർത്ത് ഡി ബി എന്ന് വരുത്താം. പിന്നെ എങ്ങനെ വരാം? ഡി എ എന്ന് വരാം. നെക്സ്റ്റ് സി ബി, ദെൻ സി എ, നെക്സ്റ്റ് ബി എ. ഇനി ഹൗ മെനി നമ്പർ ഓഫ് വേസ്? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 വേസിൽ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്തു. Now question number 3. Use the figure name a line containing point E. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിനകത്ത് ആ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു ബോക്സിനകത്തൊരു ഫിഗർ ഉണ്ട്. അവിടെ പോയിന്റ്സ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ലൈൻ കണ്ടെയ്നിങ് പോയിന്റ് ഇ വരുന്ന ഒരു ലൈനിൻ്റെ പേര് നിങ്ങൾ എഴുതുക. അത് ജസ്റ്റ് ചുമ്മാ നിങ്ങൾ അവിടുന്ന് ഡി ഇ അല്ലെങ്കിൽ എ ബി അങ്ങനെ എഴുതിയാൽ മതി. ഹോംവർക്ക് ആയിട്ട് തരാം. ലൈൻ പാസിങ് ത്രൂ എയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈനിൻ്റെ പേര്. അപ്പോൾ എ ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. അതുപോലെ ലൈൻ ഓൺ വിച്ച് ലൈസ്, വരുന്ന ലൈനിൻ്റെ പേര് എഴുതുക. അപ്പോൾ അത് ചേർത്ത് വേണം എഴുതാനായിട്ട്. അതുപോലെ 2 pairs ഓഫ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് തന്നിട്ടുണ്ടല്ലോ. ഈ ഇങ്ങനെ ഡ്രോ ചെയ്തിരിക്കുന്നു, ഇതും ഇൻ്റർസെക്റ്റിംഗ് ആണ്. അതുപോലെ ഇതും ഇൻ്റർസെക്റ്റിംഗ് ആണ്. അപ്പോൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ മെനി ലൈൻസ് ക്യാൻ പാസ് ത്രൂ വൺ ഗിവൺ പോയിന്റ്? ഒരു ഗിവൺ പോയിന്റിലൂടെ എത്ര ലൈൻസ് പാസ് ചെയ്തു പോകാം? മിസ് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൗണ്ട്ലെസ് ലൈൻസ്. നമുക്ക് ഇഷ്ടംപോലെ ലൈൻസ് ഒരു പോയിന്റിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകാം. 2 ഗിവൺ പോയിന്റ്സ്. 2 ഗിവൺ പോയിന്റ്സിൽ കൂടെ എത്ര ലൈൻസ് കടന്നു പോകാം? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 പോയിന്റിൽ കൂടെയാണ് നമുക്ക് ഇങ്ങനെ എല്ലാം പോകാം. പക്ഷെ ഇവിടെ 2 പോയിന്റ്സ് തന്നു. ഇതിൽ കൂടി ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്തു. ഇനി ഇതിൽ കൂടി ഇത് രണ്ടും ജോയിൻ ചെയ്ത് വേറെ ലൈൻ വരയ്ക്കാവോ? നിങ്ങൾക്ക് വരച്ചു വിടാവോ? ഇല്ല. only 1. So 1 and only 1 line can pass through 2 given points. 2 പോയിന്റ്സിൽ കൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒറ്റ ലൈനെ ഇങ്ങനെ വരച്ചു വിടാനായിട്ട് പറ്റത്തുള്ളൂ. Now next 5. Question number 5. Draw a rough figure and label suitably in each of the following cases. അവിടെ 4 cases, അതായത് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ റഫ് ഫിഗറാണ് ഡ്രോ ചെയ്യേണ്ടത്. അതുപോലെ തന്നിരിക്കുന്ന നെയിമും കൊടുക്കണം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ എ. പോയിന്റ് പി ലൈസ് ഓൺ ലൈൻ സെഗ്മെന്റ് എ ബി. അവിടെ കണ്ടോ? ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ലൈൻ സെഗ്മെന്റ് എ ബി. എന്നിട്ട് എന്താ പറഞ്ഞേ? ഒരു പോയിന്റ് പി ഈ ലൈൻ സെഗ്മെന്റിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യുക, എ ബി എന്ന് നെയിം കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേസിൽ പി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. ലൈൻ എക്സ് വൈ ആൻഡ് ലൈൻ പി ക്യു ഇന്റർസെക്ട് അറ്റ് എം. വാട്ട് ഈസ് ദ മീനിങ്? വേർ 2 lines എക്സ് വൈ ആൻഡ് പി ക്യു ദേ ഇന്റർസെക്ട് അറ്റ് പി. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 2 ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ഡ്രോ ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ നെയിമാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് 1 എക്സ് വൈ, നെക്സ്റ്റ് ഈസ് പി ക്യു. ഒരു പേര് കൊടുത്തിട്ട് എവിടെ ഇന്റർസെക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ പോയിന്റിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, അറ്റ് എം. സോ ഇതിന് എം എന്ന് അങ്ങനെ നെയിം കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. ലൈൻ എൽ കണ്ടെയ്ൻസ് ഇ ആൻഡ് എഫ് ബട്ട് നോട്ട് ഡി. വാട്ട് ഈസ് ദ മീനിങ്? ഹിയർ 1 line L. So just draw 1 line L. Okay. Then what is given? Contains E and F. E F ലൈനിലുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇയും എഫും 2 പോയിന്റ്സ് അങ്ങ് കൊടുക്കുക. നോട്ട് ഡി, ഡി ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലൈന് വെളിയിലായിട്ട് ഡി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുക. എവിടെ വേണേലും കൊടുക്കാം, ഇവിടെ ഇങ്ങനെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റ് ഡി കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി. ലൈൻ ഒ പി ആൻഡ് ലൈൻ ഒ ക്യു മീറ്റ് അറ്റ് ഒ. ലൈൻ ഒ പി ആൻഡ് ഒ ക്യു മീറ്റ് അറ്റ് ഒ. ഇത് രണ്ടും ഒയിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്യും? നമ്മൾ അതിന് മുമ്പ് ഒരു ട്രൈ ദീസ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എ ഈസ് ദ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഡ്രോ ചെയ്യുക. ഇങ്ങനെ ഷേപ്പ് എങ്ങനെ വന്നാലും കുഴപ്പമില്ല. അതായത് ഇങ്ങനെ വരുമോ ഒക്കെ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? കോമൺ ഓയും കൊടുക്കുക, ഒരു സൈഡ് പി, ഇവിടെ ക്യൂ, ആരോ മാർക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് റഫ് ഫിഗറിൻ്റെ റെപ്രസെൻറ്റേഷൻ. Now question number 6. Consider the following figure of line MN. Here given one figure, that is MN. Say whether following statements are true or false in context of the given figure. Given figure ne base ചെയ്ത് given statements true or false ആണോ എന്ന് പറയണം. Question A. Q, M, O, N, P are points on the line MN. ലൈൻ എം എന്ന് പറഞ്ഞ ലൈനിലെ പോയിന്റ്സ് ആണ് ക്യു, എം, ഒ, എൻ, പി. ആണോ? ഈ ലൈൻ നോക്കിയാൽ ഇതൊക്കെ ഇല്ലേ? സോ ദാറ്റ് ഈസ് ട്രൂ. ദെൻ ബി. എം, ഒ, എൻ ആർ പോയിന്റ്സ് ഓൺ ലൈൻ സെഗ്മെന്റ് എം എൻ. ലൈൻ സെഗ്മെന്റ് എം എൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏത് ഭാഗമേ കൺസിഡർ ചെയ്യാവുള്ളൂ? ഇങ്ങനെ ഈ ഡോട്ട് മുതൽ ഈ ഡോട്ട് എം എൻ ഇത്രേ കൺസിഡർ ചെയ്യാവുള്ളൂ. അതിനിടയ്ക്ക് ഒരു പോയിന്റ് വന്നിട്ടുണ്ട് ഒ. ബാക്കി പോർഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് മാറ്റിക്കൊള്ളുക. അപ്പോൾ എം എൻ ഒ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എം ഒ എൻ ആർ പോയിന്റ്സ് ഓൺ ലൈൻ സെഗ്മെന്റ് എം എൻ. കറക്റ്റ് അല്ലേ? ലൈൻ സെഗ്മെന്റ് എം എന്നിൽ എം ഒ എൻ ഉണ്ട്. ദാറ്റ് ഈസ് ട്രൂ. നൗ ക്വസ്റ്റ്യൻ സി. എം ആൻഡ് എൻ ആർ എൻഡ് പോയിന്റ്സ് ഓഫ് ലൈൻ സെഗ്മെന്റ് എം എൻ. ലൈൻ സെഗ്മെന്റ് എം എന്നിൻ്റെ എൻഡ് പോയിന്റ്സ് ആണ് എം ഒ എന്നും അല്ലേ? എൻഡ് പോയിന്റ്സ് ചേർത്താണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് നെയിം ചെയ്യുക. അതുകൊണ്ട് അത് ശരിയാണ്. ഓക്കെ, ട്രൂ. നൗ ക്വസ്റ്റ്യൻ ഡി. ഒ ആൻഡ് എൻ ആർ എൻഡ് പോയിന്റ്സ് ഓഫ് ലൈൻ സെഗ്മെന്റ് ഒ പി. അപ്പം ഇതിങ്ങനെ പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇവിടെ വരുന്നത് പി ഉണ്ട്. ഇതിങ്ങനെ ഇങ്ങോട്ട് പോവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് ഒ പി ആണ്. ഒ പിയുടെ എൻഡ് പോയിന്റ്സ് എന്തായിരിക്കും വരിക? ഒയും പിയും അല്ലേ വരാൻ പാടുള്ളൂ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒ ആൻഡ് എൻ. ഒയും എന്നുമാണ് എൻഡ് പോയിന്റ്സ് എന്ന്. ശരിയാണോ? അല്ല. ഒ പിയുടെ എൻഡ് പോയിന്റ്സ് ഒയും പിയും ആയിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ഫോൾസ്. നൗ ക്വസ്റ്റ്യൻ ഇ. എം ഈസ് വൺ ഓഫ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ലൈൻ സെഗ്മെന്റ് ക്യു ഒ. ലൈൻ സെഗ്മെന്റ് ക്യു ഒ ഏതാ? ഇതാണ് നമ്മുടെ ലൈൻ സെഗ്മെന്റ് ക്യു ഒ. നിങ്ങൾ ഇത്രയും പോർഷനെ മനസ്സിൽ കരുതാവുള്ളൂ. എം ഇതിൻ്റെ എൻഡ് പോയിന്റ് ആണോ? അല്ല. ക്യു ഒ ആണ്, ഒയും ആണ് ഇതിൻ്റെ എൻഡ് പോയിന്റ്സ്. സോ ദാറ്റ് ഈസ് ഫോൾസ്. Now M is a point on ray OP. Ray OP എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. റേ ഒ പി. ഒ എവിടെയാ? ഇവിടെ. പി എവിടെയാ? ഇങ്ങോട്ട്. അതിനകത്ത് എം വരുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് ഫോൾസ്. Now question G. Ray OP is different from ray QP. Ray OP. OP എന്ന് പറയുന്നത് ഏതാ? ഇത് ഒ പി. ഈ റേ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ റേ ഡിഫറെന്റ് ഫ്രം റേ ക്യൂ പി. ക്യൂ പി ഏതാ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുണ്ട്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്ന്. ഡിഫറെൻ്റ് ആണോ? യെസ്, ഓഫ് കോഴ്സ് ഇത് ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിവിടെ തൊട്ട് ഇത്ര ലെന്ത് വ്യത്യാസമുണ്ട്. അവിടെ പോയിന്റ്സ് ഒക്കെ വേറെ വന്നിട്ടില്ലേ? സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഡിഫറെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്. നൗ എക്സ്. റേ ഒ പി ഈസ് സെയിം ആസ് റേ ഒ എം. ഒ പി എന്ന് പറയുന്നത് ഏതാ? ഇത്. ഒ എം ഏതാ? ഇത്. സെയിം ആണോ? അല്ല. രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് ഫോൾസ്. നൗ ക്വസ്റ്റ്യൻ ഐ. റേ ഒ എം ഈസ് നോട്ട് ഓപ്പോസിറ്റ് ടു റേ ഒ പി. റേ ഒ എം. ഒ എം ഏതാ? ഇത്. റേ ഒ പി ഇത്. അത് ഓപ്പോസിറ്റ് അല്ലെന്ന്. ശരിയാണോ? അല്ല. ഫോൾസ്. നൗ ജെ. ഒ ഈസ് നോട്ട് ആൻ ഇനിഷ്യൽ പോയിന്റ് ഓഫ് ഒ പി. ഒ എന്ന് പറയുന്നത് ഒ പി എന്ന് പറഞ്ഞാൽ റേയുടെ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്.
സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് O അല്ലെന്ന്. ശരിയാണോ? O അല്ലേ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഫോൾസ്. Now question K, N is the initial point of NP and NM. നമുക്ക് NP എന്നും തന്നിട്ടുണ്ട്, അതുപോലെ NM എന്നും തന്നിട്ടുണ്ട്. ഈ രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് N ആണ്. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മീൻസ് ഇനിഷ്യൽ പോയിന്റ്. കറക്റ്റ് അല്ലേ? ഇവിടെ എന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ എന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കർവ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കർവ് മീൻസ് എനി ഡ്രോയിങ് done without lifting the pencil may be called a curve. That means if I am drawing to draw this one, this like this is known as curve. This is also curve. This is also curve. Okay. ഇവിടെ ഒന്നും ഞാൻ കൈ എടുത്തിട്ടില്ല, ഇങ്ങനെ ചുമ്മാ വരയ്ക്കുവാണ്. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലും അതൊരു തരത്തിലൊരു കർവാണ് കേട്ടോ. ഇനി if a curve does not cross itself, then it is called a simple curve. നമ്മളിങ്ങനെ കർവ് ഒക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിങ്ങനെ ജോയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ക്രോസ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ കർവ്. എന്ന് വിളിക്കും സിമ്പിൾ കർവ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ കയറി പോവാം, അതുപോലെ നമ്മൾ 8 എഴുതുക, ഇതൊക്കെ ക്രോസ് ചെയ്ത് കയറി പോകുന്നുണ്ട്. ഇത് സിമ്പിൾ അല്ല. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓപ്പൺ കർവ് ആൻഡ് ക്ലോസ്ഡ് കർവ്. Open curve, closed curve. Open curve means this figure is example of open curve. Closed means this. എന്ന് വെച്ചാൽ എന്താ, എൻഡ് പോയിന്റ് ജോയിൻ ചെയ്യുവാണെങ്കിൽ ക്ലോസ്ഡ് കർവും, എൻഡ് പോയിന്റ്സ് ഓപ്പൺ ആയിട്ടിരിക്കുവാണെങ്കിൽ ഓപ്പൺ കർവും. അപ്പോൾ കർവ് എന്താണ്? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്യുന്ന ഫിഗേഴ്സ് എല്ലാം കർവിൽ നമ്മൾ വരുത്താം. അതിൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രോസ് ചെയ്ത് പോകാത്ത സിമ്പിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് സിമ്പിൾ കർവ്. ഇനി അതിൽ തന്നെ ഓപ്പൺ കർവുണ്ട്, ക്ലോസ്ഡ് കർവുണ്ട്. ഓപ്പൺ കർവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യാതെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതൊക്കെ ഓപ്പൺ കർവ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തത് ക്ലോസ്ഡ് കർവ്. ഓക്കെ. ഇനി ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ക്ലോസ്ഡ് കർവിന് ഒരു ഇന്റീരിയർ പോർഷൻ ഉണ്ട്. 3 പാർട്സ് ആണുള്ളത്. അതിൽ ഇന്റീരിയർ പോർഷൻ ഉണ്ട്, then boundary, this is known as a boundary, then exterior portion is a outside portion. Okay, so a closed curve 3 main parts. ഏതൊക്കെ parts ആണ്? Interior, that means inside of that curve, then boundary, that means a drawing അല്ലേ, then exterior, അതിൻ്റെ outside വരുന്ന portion. ഇങ്ങനെ 3 parts ആണ് കർവിന് ഉള്ളത്. നെക്സ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, പോളിഗൺസ്. ഈ നെയിം ഒരിക്കലും നിങ്ങൾ ഇനി മറന്നു പോയേക്കരുത്. പോളിഗൺസ്. വാട്ട് ഈസ് മീൻ ബൈ പോളിഗൺസ്? നമ്മൾ കർവ് പഠിച്ചു, കർവിലുള്ള ഒരു സബ് ആയിട്ട് വരുന്നതാണ് പോളിഗൺ. അപ്പോൾ എല്ലാ ഡ്രോയിങ്സും നമ്മൾ കർവ് എന്ന് പറഞ്ഞു. അപ്പോൾ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് വിത്ത് ലൈൻ സെഗ്മെന്റ്സ്. ലൈൻ സെഗ്മെന്റ് മാത്രം യൂസ് ചെയ്ത സിമ്പിൾ ക്ലോസ്ഡ് കർവ്. എന്തിനാ സിമ്പിൾ എന്ന് പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലോസ് ചെയ്ത് പോകാത്ത ഫിഗർ ആണ് സിമ്പിൾ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തതാണ്. ലൈൻ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാലോ നമുക്കറിയാം, ഇങ്ങനെ വരയ്ക്കുന്ന ഇതാണ് ലൈൻ സെഗ്മെന്റ്സ്. അപ്പോൾ പോളിഗൺസിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഞാൻ ഇവിടെ ഡ്രോ ചെയ്തു. ട്രയാങ്കിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിഗൺ. ദിസ് ഈസ് എ ക്ലോസ്ഡ്, simple and made with line segments only. Another example, rectangle. Isn't it? Rectangle, 4 sides are line segments. This is closed and simple. So നമ്മുടെ ഈ പോളിഗൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതെല്ലാമാണ്. അപ്പോൾ കർവിനകത്ത് വരുന്ന ഒരു സെക്ഷനാണ് പോളിഗൺസ്. അപ്പോൾ ഇത് പോളിഗൺ ആണോ? ഇത് പോളിഗൺ ആണ്. ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റും മറ്റേതൊരു കർവ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വരുന്നതാണ്, സ്ട്രെയിറ്റ് അല്ല, ലൈൻ സെഗ്മെന്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് എ പോളിഗൺ. ഓക്കെ. ഇനി പോളിഗണിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സൈഡ്സ് ഒക്കെ ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. ദെൻ ഈ 2 ലൈൻസ് ഒരു വെർട്ടക്സിലായിരിക്കും ജോയിൻ ചെയ്ത്, കോമൺ ആയിട്ടൊരു വെർട്ടക്സ് കാണും. ഈ ലൈൻ സെഗ്മെന്റും ഈ ലൈൻ സെഗ്മെന്റിനുള്ള കോമൺ വെർട്ടക്സ് അല്ലെങ്കിൽ പോയിന്റ് ആണ് ഇത്. അതുപോലെ ഈ 2 എണ്ണത്തിനും ഉള്ളതാണ് ഈ വെർട്ടക്സ്. ഇതിന് ഇവിടെ ഉണ്ട്. ഇതുപോലെ നമ്മുടെ സ്ക്വയറിനും ഇവിടെ ഇങ്ങനെ ഓരോ വെർട്ടക്സ് അഡ്ജസന്റ് സൈഡ്
സൈഡ്സിന് കോമൺ ആയിട്ട് ഓരോ വെർട്ടക്സ് ഉണ്ട്, അല്ലെങ്കിൽ പോയിന്റ് ഉണ്ട്. വെർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഈ കോർണറിന് വിളിക്കുന്ന പേരാണ് കേട്ടോ. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്ത് വരുന്ന സൈഡിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. അതിന് ഒരു കോമൺ ആയിട്ടൊരു വെർട്ടക്സ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഈ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് വെർട്ടക്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ സെയിം സൈഡ് ആർ അഡ്ജസന്റ് വെർട്ടീസസ്. അതായത് ഈ ഒരു സൈഡിന്റെ എൻഡ് പോയിന്റ്സ് ആണ് ഇതും ഇതും. ഇതിനെ നമ്മൾ അഡ്ജസന്റ് വെർട്ടീസസ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന വെർട്ടീസസ്. അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറഞ്ഞാലോ അടുത്തടുത്ത് വരുന്ന. ഇതും അഡ്ജസന്റ് സൈഡ്സ് ആണ്, ഇതും അഡ്ജസന്റ് സൈഡ്സ് ആണ്. ഇത് രണ്ടും അഡ്ജസന്റ് ആണ്, ഇതും അഡ്ജസന്റ് ആണ്. അതുപോലെ വെർട്ടക്സ് പറയുമ്പോൾ ഈ വെർട്ടക്സും അഡ്ജസന്റ്. ഇതും അതായത് ഒരു ലൈൻ സെഗ്മെന്റിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും വരുന്നത് അഡ്ജസന്റ് വെർട്ടക്സ് ആയിരിക്കും. വെർട്ടക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പ്ലൂറൽ വെർട്ടീസസ് ആണ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ വെർട്ടീസസ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഇത് അഡ്ജസന്റ് വെർട്ടീസസ്. ദീസ് ടു ആർ അഡ്ജസന്റ് വെർട്ടീസസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുവാണ്. നോൺ അഡ്ജസന്റ് വെർട്ടീസസ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. നോൺ അഡ്ജസന്റ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഏത്, അഡ്ജസന്റ് അല്ലാത്ത വെർട്ടീസസ്. ഇപ്പം ഇതും അഡ്ജസന്റ് അല്ല, ഇതുമാണ് അഡ്ജസന്റ്, അടുത്തടുത്ത് വരുന്ന. അപ്പം അഡ്ജസന്റ് അല്ലാത്ത ഇതും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. അതുപോലെ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതും അഡ്ജസന്റ് അല്ല, ജോയിൻ ചെയ്തു. ഈ ലൈൻ സെഗ്മെന്റ് നമ്മളൊരു പേര് വിളിക്കും ഡയഗണൽ. എന്ത് പേരാ വിളിക്കുക, ഡയഗണൽ. പഠിച്ചു വെച്ചിരുന്നോണം കേട്ടോ. അപ്പൊ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ, നോൺ അഡ്ജസന്റ് വെർട്ടീസസ് ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെന്റിന്റെ പേരാണ് ഡയഗണൽ. The join of any two non-adjacent vertices is a diagonal. മനസ്സിലായല്ലോ, ഓർത്തിരുന്നോണം. നോൺ അഡ്ജസന്റ് അല്ലാത്ത വെർട്ടീസസ് ജോയിൻ ചെയ്യുന്നതാണ് ഡയഗണൽ. അങ്ങനെയാണ് ട്രയാങ്കിളിന് ഡയഗണൽ ഉണ്ടോ? ട്രയാങ്കിളിന്റെ ഇതും അഡ്ജസന്റ് ആണ്, ഇതും അഡ്ജസന്റ് ആണ്. ട്രയാങ്കിളിന് ഡയഗണൽ ഉണ്ടാകുമോ? ഇല്ല. ട്രയാങ്കിളിന് നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ പറ്റത്തില്ല. സ്ക്വയറിന് റെക്റ്റാങ്കിള്, പിന്നെ പെന്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേ ഡയഗണൽ വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഹിയർ വൺ ഫിഗർ ABCD. ഇതെങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക? ABCD ഉണ്ടോ? അങ്ങനെ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫിഗറിനെ നെയിം കോഡ് ചെയ്യുന്നത്. ഇനി ഈ ഫിഗറിൽ നിങ്ങൾക്ക് പറയാവോ വെർട്ടീസസ് ഏതൊക്കെയാണ്? വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ, കോർണർ പോയിന്റ്സ്. ഏതൊക്കെയാ വെർട്ടീസസ്? വെർട്ടീസസ് ABC and D കേട്ടോ. അപ്പോൾ വെർട്ടീസസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? A ഒരു വെർട്ടീസ് ആണ്, കോമ B, C, D. കിട്ടിയ 4 വെർട്ടീസസ്. ഇനി നിങ്ങളോട് സൈഡ്സ് ചോദിക്കുവാണ്. ഈ ABCD എന്ന് പറഞ്ഞ ഫിഗറിന്റെ സൈഡ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. ഈ 4 സൈഡ്സും ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്തതാണ്. ഓരോ ലൈൻ സെഗ്മെന്റിന്റെ നെയിം ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. എത്ര ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്? 4 ലൈൻ സെഗ്മെന്റ്സ്. ഫസ്റ്റ് ഈസ് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? AB, സൈഡ് AB. നെക്സ്റ്റ് ഈസ് BC. നെക്സ്റ്റ് ഈസ് CD അല്ലെങ്കിൽ DC, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഈസ് DA. സൈഡ് കിട്ടിയോ? 4 സൈഡ്സ് കിട്ടി. ഇതിനി AD എന്ന് പറഞ്ഞാലും DC എന്ന് പറഞ്ഞാലും CB എന്ന് പറഞ്ഞാലും BA എന്ന് പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയേ? വെർട്ടീസസും സൈഡ്സും. നെക്സ്റ്റ് അഡ്ജസന്റ് വെർട്ടീസസ്. അഡ്ജസന്റ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന വെർട്ടീസസ് ഏതൊക്കെയാ പറയാവോ? A and B ഇല്ലേ? A and B അഡ്ജസന്റ് വെർട്ടീസസ് ആണ്. നെക്സ്റ്റ് B and C അഡ്ജസന്റ് വെർട്ടീസസ് ആണ്. നെക്സ്റ്റ് C and D അഡ്ജസന്റ് വെർട്ടീസസ് ആണ്. ആ ലാസ്റ്റ് D and A അഡ്ജസന്റ് വെർട്ടീസസ് ആണ്. അപ്പോൾ 4 pairs ഓഫ് അഡ്ജസന്റ് വെർട്ടീസസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് ഈസ് അഡ്ജസന്റ് സൈഡ്സ്. അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതും അഡ്ജസന്റ് ആണ് അല്ലേ? ഇതും അഡ്ജസന്റ് ആണ്. ഈ സൈഡും അഡ്ജസന്റ് ആണ്. ഈ സൈഡും അഡ്ജസന്റ് ആണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതും? AB and BC. അപ്പം ഇതിങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ എഴുതി പോവുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. അപ്പം AB ലൈൻ സെഗ്മെന്റ് AB ആൻഡ് BC ആർ അഡ്ജസന്റ് ആണല്ലോ. ഇനി നമ്മൾ ഈ BC അങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് BCയുടെ നെക്സ്റ്റ് അഡ്ജസന്റ് ഏതായിരിക്കും? BCയുടെ അഡ്ജസന്റ് വരുന്ന ഏതാ? CD. അപ്പോൾ ലൈൻ സെഗ്മെന്റ് CD എടുത്തു. ഇനി ഈ CD ഇങ്ങോട്ട് എടുത്തിട്ട് CDയുടെ നെക്സ്റ്റ് അഡ്ജസന്റ് ഏതായിരിക്കും? CDയുടെ DA ആയിരിക്കും. അപ്പോൾ DA എടുത്തു. ഇനി ഈ DA ഇങ്ങോട്ട് എടുക്കുന്നു.
ഡിയുടെ നെക്സ്റ്റ് അഡ്ജസൻറ്റ് ഏതാണ്? എ ബി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ക്ലോക്ക് വൈസിൽ ഇങ്ങ് വന്നപ്പോൾ നോക്കി എ ബി സ്റ്റാർട്ട് ചെയ്തു, എ ബിയിൽ എൻഡിങ്ങും ചെയ്തു, 4 pairs ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സും കിട്ടി. അപ്പോൾ ഈ ഫിഗറിന് 4 pairs ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഉണ്ട്, അതുപോലെ 4 pairs ഓഫ് അഡ്ജസൻറ്റ് വെർട്ടീസസും ഉണ്ട്, 4 സൈഡ്സ് ഉണ്ട്, 4 വെർട്ടീസസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് എക്സസൈസ് 4.2 നോക്കാം. Exercise 4.2, page number 78. Classify the following curves as one open or second closed. Here given 5 figures. Open ആണോ ക്ലോസ്ഡ് ആണോ എന്ന് പറയണം. ഫിഗർ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഈ ഇസഡിൻ്റെ അറ്റം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഓപ്പൺ ആണ്. ഓപ്പൺ. സെക്കൻഡ് വണ് ക്ലോസ്ഡ് ആണ്. ക്ലോസ് ചെയ്തിട്ടില്ല എൻഡ്. ദെൻ സി, ദാറ്റ് ഈസ് ഓപ്പൺ. ഡി ക്ലോസ്ഡ്. സി ഇ closed. Right. Now question 2. Draw rough diagrams to illustrate the following. Open curve-നെ illustrate ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കാണിച്ചു തരുന്ന എക്സാമ്പിൾ, ഒരു മാതൃക, മോഡൽ നമ്മൾ ഡ്രോ ചെയ്യണം. റഫായിട്ട് ഡ്രോ ചെയ്താൽ മതി. എന്തിൻ്റെയാണ് ചെയ്യേണ്ടത്? ഓപ്പൺ കർവിൻ്റെ, ക്ലോസ്ഡ് കർവിൻ്റെ. ഓപ്പൺ കർവിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ഡ്രോ ചെയ്ത് വെക്കുക. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയ എന്തും വരച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ തരുന്ന എക്സാമ്പിൾ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഓപ്പൺ ആകണമെങ്കിൽ എന്താകണം? ജോയിൻ ചെയ്യരുത്. ക്ലോസ്ഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യണം, അത്ര ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 3. ഡ്രോ എനി പോളിഗൺ ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് ഇൻറ്റീരിയർ. നിങ്ങളോട് പറഞ്ഞു എനി പോളിഗൺ. അപ്പോൾ അവിടെ ആ പോളിഗൺ എന്നുള്ള വാക്ക് സ്പെഷ്യലായിട്ട് ശ്രദ്ധിച്ചോണം. വാട്ട് ഈസ് മീൻ ബൈ പോളിഗൺ? എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് വിത്ത് ലൈൻ സെഗ്മെന്റ്. സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്, മെയ്ഡ് വിത്ത് ലൈൻ സെഗ്മെന്റ്സ് ആണ്. സോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ലൈൻ സെഗ്മെന്റ് ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഗർ ഇങ്ങനെ ഡ്രോ ചെയ്യാം. എത്ര സൈഡ് വന്നാലും പ്രശ്നമില്ല. ഇത് സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്, ലൈൻ സെഗ്മെന്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഏത് പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ് പോർഷൻ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിഗർ വരയ്ക്കാം. സ്ക്വയറോ റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ. ഇതിപ്പോൾ പെൻറ്റഗൺ ആണ്, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, നന്നഗൺ, അങ്ങനെ ഇഷ്ടംപോലെ ഫിഗറുണ്ട്. Now question 4. Consider the given figure and answer the questions. ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനെ ഈസ് ഇറ്റ് എ കർവ്? അതൊരു കർവ് ആണോ? അതെ, കർവ് എന്നുള്ള ജനറൽ സെക്ഷനിലാണ് ഈ പോളിഗണൊക്കെ വരുന്നത്. നമ്മൾ ലൈനായിട്ട് വരച്ചു പോയാൽ പോലും അത് കർവിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ യെസ്, ഇറ്റ് ഈസ് എ കർവ്. ക്വസ്റ്റ്യൻ ബി, ഈസ് ഇറ്റ് ക്ലോസ്ഡ്? ക്ലോസ്ഡ് ആണോ? യെസ്. അതിൻ്റെ എല്ലാ എൻഡ്സും ടച്ച് ചെയ്തിട്ടുണ്ടല്ലേ, അത് ക്ലോസ്ഡ് ആണ്. യെസ്, അത്രേ ഉള്ളൂ ആൻസർ. സിമ്പിൾ അല്ലേ? Now question 5. Illustrate if possible each one of the following with a rough diagram. താഴെ തന്നിരിക്കുന്ന നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റഫ് ഡയഗ്രാം വെച്ചൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാവോ എന്ന് വെച്ചാൽ കാണിച്ചു തരാമോ? ക്വസ്റ്റ്യനെ എ ക്ലോസ്ഡ് കർവ് ദാറ്റ് ഈസ് നോട്ട് എ പോളിഗൺ. പോളിഗൺ അല്ലാത്ത ഒരു ക്ലോസ്ഡ് കർവ് നിങ്ങൾക്ക് പറ്റുകയല്ലേ? പോളിഗൺ അല്ലാത്തതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ലൈൻ സെഗ്മെന്റ്, എല്ലാം ലൈൻ സെഗ്മെന്റ് ആയിരിക്കരുത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് പോളിഗൺ ആയില്ല, പക്ഷെ ക്ലോസ്ഡ് കർവും ആയി ഇല്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രോ ചെയ്യാം. ഇനി ആൻ ഓപ്പൺ കർവ് മെയ്ഡ് അപ്പ് എൻറ്റയർലി ലൈൻ സെഗ്മെന്റ്സ്. ഓപ്പൺ കർവ് ആയിരിക്കണം, ലൈൻ സെഗ്മെന്റ്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഡ്രോ ചെയ്യും? ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ ചെയ്യാതിരുന്നാൽ പോരെ, ലൈൻ സെഗ്മെന്റ്സും ആയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഡ്രോ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ എന്തേലും നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. ക്ലോസ്ഡ് ആവരുതെന്നേ ഉള്ളൂ, ഓപ്പൺ ആവണം, ലൈൻ സെഗ്മെന്റും ആയിരിക്കണം. ഓക്കെ. നൗ സി എ പോളിഗൺ വിത്ത് 2 സൈഡ്സ്. പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് വിത്ത് ലൈൻ സെഗ്മെന്റ്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് 2 സൈഡ് ഉള്ള പോളിഗൺ ഉണ്ടാക്കാവോ? 2 സൈഡുള്ള പോളിഗൺ നിങ്ങൾ ഉണ്ടാക്കുമോ? ഇങ്ങനെ ഒരു സൈഡ് വരച്ചു, ഇങ്ങനെ ഒരു സൈഡ് വരച്ചു, പോളിഗൺ ആയോ? ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് ആയോ? ഇല്ല. നമുക്ക് എപ്പോഴും 3 സൈഡ്സ് യൂസ് ചെയ്ത് ട്രയാങ്കിൾ ആണ് ഏറ്റവും സ്മോളസ്റ്റ് അല്ല നമ്പർ ഓഫ് സൈഡ്സ് സ്മോൾ ആയിട്ടുള്ള പോളിഗൺ. 3 സൈഡ് കൊണ്ടേ നമുക്ക് പോളിഗൺ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് നമ്മൾ അവിടെ എഴുതി വെക്കണം. അതിൻ്റെ റഫ് ഫിഗർ നമുക്ക് വരയ്ക്കത്തില്ല. സോ ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. So we go through the points. Which are the main topics we learned today? Basic geometrical ideas, which is the basic term in geometry, point. Then we learn about the line segment, line,
then intersecting line, parallel lines, then ray, isn't it? Then about curves, polygons, then polygonsന്റെ ഒരു സ്പെഷ്യൽ ഫിഗർ എടുത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് അഡ്ജസൻറ്റ് വെർട്ടീസസ് ഒക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ. അതുപോലെ എക്സസൈസ് 4.2 4.1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈ ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിനകത്ത് ക്ലാസ് കൂടിയും ചെയ്ത് നോക്കിയും വേണം ഇത് മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.